വളരെ എളുപ്പത്തിൽ വെറും 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്ക്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നമ്മളിത് ഉണ്ടാക്കാൻ അരി കുതിർക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നൂൽപുട്ടിനും അതുപോലെ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 1 കപ്പ് അരിപ്പൊടിക്ക് നമ്മളിതിലേക്ക് ചോറാണ് ചേർക്കുന്നത്. അതായത് 1/2 കപ്പ് ചോറ് മതിയാകും കേട്ടോ. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് ചോറ് മതിയാകും. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളെ പാലപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ അരി കുതിർക്കേണ്ട ആ ഒരു സമയം പോലും വേണ്ട, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളമാണ് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് മതിയാകുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ തന്നെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. അപ്പോൾ 1/4 കപ്പ് തേങ്ങാപ്പാലും 1/4 കപ്പ് വെള്ളവും ചേർക്കുന്നുണ്ട്. അങ്ങനെ 1 കപ്പായി. അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പായിട്ടുണ്ട് കേട്ടോ വെള്ളവും തേങ്ങാപ്പാലും ചേർത്തിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും മതിയാകും. ഇനി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ലൂസായിട്ട് എടുക്കണം കേട്ടോ മാവ്. ഇനി നമ്മളിത് ചെയ്യുന്നത് മിക്സിൻ്റെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ചോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അതൊക്കെ നല്ല പോലെ ഒന്ന് അരിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മൾ നല്ല പേസ്റ്റായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല കട്ടിയിലാട്ടോ മാവിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 1/4 കപ്പും കൂടി ഞാനിതിലേക്ക് മിക്സിയിലേക്ക് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 കപ്പ് അരിപ്പൊടിക്ക് തേങ്ങാപ്പാലും വെള്ളം അടക്കം 1/4 കപ്പാണ് കേട്ടോ വെള്ളം വേണ്ടി വന്നത്. ഇനി നമുക്കിതൊരു കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങിക്കിട്ടും കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടുള്ള ഒരു അടുപ്പിൻ്റെ അടുത്ത് അങ്ങോട്ടേക്കൊന്ന് മാറ്റി വെച്ചാൽ മതി. നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മാവ് നല്ലപോലെ പൊങ്ങി വരുന്നത്. ഒരു 1 മണിക്കൂർ കൊണ്ടൊക്കെ നിങ്ങൾക്ക് അപ്പം ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ ഇത് നോക്കുന്നത്. കാരണം എന്ന് പറയുമ്പോൾ ഞാൻ ഇത് ഉച്ചയ്ക്ക് അരച്ച് വെച്ചതാണ്, രാത്രിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലപോലെ മാവ് പൊങ്ങി വന്നാലും കുറച്ച് സമയം കഴിയുമ്പോൾ അതങ്ങ് താഴ്ന്നു പോകും. അതാണ് എനിക്ക് പറ്റിയത്. അപ്പോൾ മാവ് കുറച്ച് താഴ്ന്നു പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ പിന്നെയും മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മാവ് നല്ലപോലെ തന്നെ പതഞ്ഞ് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സമയത്ത് തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിന് കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിലോ അല്ലെങ്കിൽ അയണിൻ്റെ ചീനച്ചട്ടിയിലോ ഇത് ചുട്ടെടുക്കാം. അയണിലൊക്കെ ചീനച്ചട്ടി ചുടുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല അരികൊക്കെ മൊരി നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഒരു 1-1.5 കയ്യിൽ മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഹോളൊക്കെ ഒന്ന് വരുന്ന സമയത്താട്ടോ നമ്മളിത് മൂടി വെക്കുന്നത്. നമ്മൾ ഇത് ചുറ്റിച്ച പാടന്നെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഹോള് വീഴുന്നത് കിട്ടൂല. അതുകൊണ്ട് ഇങ്ങനെ ഹോളൊക്കെ വീണൊന്ന് സെറ്റായി വരുമ്പോൾ മാത്രമേ നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഏകദേശം ഒരു 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിൽ ചൂടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മേലേക്ക് കുറച്ച് എണ്ണ ആക്കി കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല പൂ പോലുള്ളൊരു അപ്പാണിത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മിക്കവാറും അരിയൊക്കെ ഇങ്ങനെ കുതിർത്ത് വെച്ച് അരച്ചിട്ടല്ലേ ഉണ്ടാക്കാറ്. അതുപോലെ വെള്ളമൊക്കെ ചേർത്തിട്ടായിരിക്കുമല്ലേ ഉണ്ടാക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അരി അരച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കുന്നതാണെങ്കിലും വെറും തേങ്ങാപ്പാൽ മാത്രം വെച്ചിട്ടൊന്ന് അരച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. അപ്പോൾ നമുക്കിത് തേങ്ങാപ്പാലും പഞ്ചസാരയും ഒക്കെ ഒന്ന് ഇതാക്കിയിട്ട് അതിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഏത് കറിയും ഇതിന് നല്ല കോമ്പിനേഷൻ തന്നെയാണ്. നമ്മൾ വെജ് കറി ആയാലും ചിക്കനും ബീഫും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് പോലും നല്ലപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്